ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമി ഈരാറ്റുപേട്ട. ഇന്നത്തെ വീഡിയോയിൽ ടീച്ചേഴ്സ് എക്സാമിന് ആവശ്യമായ സൈക്കോളജിയുടെ പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ലേണിംഗ് ആണ് എടുക്കുന്നത്. അതിൽ ഒന്നാമത്തെ ഘടകമായ ഇൻ്റലിജൻസ് അഥവാ ബുദ്ധി ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ 18 ഘടകങ്ങളാണ് നമ്മളതിനെക്കുറിച്ച് പഠിക്കുന്നത്. അതിൽ ആദ്യത്തെ ഘടകമായ ഇൻ്റലിജൻസ്, ബുദ്ധിയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന. ബുദ്ധിയും അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള സിദ്ധാന്തങ്ങളും, ഒത്തിരി സിദ്ധാന്തങ്ങളുള്ള ഒരു ഭാഗമാണിത്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു 3 മാർക്ക് 4 മാർക്ക് സാധാരണ കേറ്ററ്റ് എക്സാമുകൾക്ക് കാണാറുണ്ട്. അപ്പം നിങ്ങൾ കുറേ കാര്യങ്ങളുണ്ട് അതിനകത്ത്. മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആദ്യമേ പഠിക്കുക, അത് കഴിഞ്ഞ് ബാക്കിയുള്ളത് പഠിക്കുക. പേരുകളും അവരുടെ തിയറി, എന്തിനെയാണ് ഇത് ചെയ്തിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇന്ന് എല്ലാ തിയറികളും പഠിക്കുന്നില്ല. ബുദ്ധി ഫുള്ളും നമ്മൾ എടുക്കുന്നില്ല. മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറിയും പിന്നെ ഇൻ്റലിജൻസ് കോഷ്യൻ്റ്, ബുദ്ധി എങ്ങനെ അളക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബുദ്ധി എന്ന് പറയുന്നത് ഇൻ്റലിജൻസ്, അതിനൊരു ഡെഫിനിഷൻ നൽകാൻ ആർക്കും ഇതുവരെ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇത് കൂടെ ആദ്യമായിട്ട് ഈ വാക്ക് ഉപയോഗിച്ചത് റോമൻ ശാസ്ത്രജ്ഞനായിരുന്ന സിസറോ. ഇൻ്റലിജൻസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് സിസറോ. ഇതാണ് സ്കൂളിങ്ങിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വാക്കാണ് ഏത്, ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അതെങ്ങനെ നമുക്കുള്ള അറിവ് എങ്ങനെ അപ്ലൈ ചെയ്യുന്നു, അക്വയർ ചെയ്യുകയും അപ്ലൈ ചെയ്യും, നോളജിനെ, അറിവിനെ സ്വീകരിക്കുകയും അതിനെ ഉപയോഗിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ബുദ്ധി എന്ന് പറയുന്നത്. പാരമ്പര്യമാണ് ബുദ്ധിയെ നിർണ്ണയിക്കുന്നതെന്ന് പറഞ്ഞത് ഫ്രാൻസിസ് ഗാൾട്ടൺ എന്ന സൈക്കോളജിസ്റ്റാണ്. അദ്ദേഹമാണ് സൈക്കോമെട്രിക് ലാബ് ആരംഭിച്ചത്. പിന്നെ ബുദ്ധി ഒരു ക്ഷമത, കപ്പാസിറ്റി ആണെന്ന്, കഴിവാണെന്ന്, എബിലിറ്റി ആണെന്ന് പറയുന്നു. ക്ഷമതയായി പറയുന്നവർ ജന്മസിദ്ധമാണ്, ബുദ്ധി ജന്മസിദ്ധമായിട്ട്. കഴിവായിട്ട് പറയുന്നവർ, എബിലിറ്റി ആയിട്ട് പറയുന്നത് കർമ്മസിദ്ധമാണ് എന്നാണ് പറയുന്നത്. ഇനി ഡെഫിനീഷൻസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ ഡെഫിനീഷൻസ് ചോദിക്കുന്നുണ്ട്. ഈ എല്ലാ ഡെഫിനീഷൻസും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെന്നൊന്നും എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഞാൻ ഒരു മാർക്ക് പറയുന്നത് 35 മാർക്കാണ് 40 അല്ലേ, 30 25 മാർക്ക്. അപ്പോൾ ഇങ്ങനെ ഒരു 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ്, ഇങ്ങനെ ഡെഫിനീഷൻസ്, ഇതിനു വേണ്ടി ഒത്തിരി പഠിക്കണം. എന്നാലും ഒരു 35 മാർക്ക് കിട്ടാനും ഒത്തിരി പഠിക്കേണ്ട കാര്യമില്ല. പിന്നെയുള്ള ഒരു 5 മാർക്കിന് വേണ്ടി നമ്മൾ അതുപോലെ പഠിച്ചാലേ നമുക്ക് ആ 5 മാർക്ക് കിട്ടുള്ളൂ. നിങ്ങൾ ആ ഒരു 5 മാർക്കിന് വേണ്ടി ഒത്തിരി കഷ്ടപ്പെടാതെ 35 മാർക്കിന് വേണ്ടി കഷ്ടപ്പെടുക, അല്ലെങ്കിൽ 25 മാർക്കിന് വേണ്ടി കഷ്ടപ്പെടാൻ നോക്കുക. അപ്പം നമുക്ക് ഒഴിവാക്കാവുന്നവയാണ് ഡെഫിനീഷൻസ്. ഓർത്തിരിക്കുവാണെങ്കിൽ ഓർത്തിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. നേച്ചർ ഓഫ് ഇൻ്റലിജൻസ്, അതായത് പഠിക്കാനും ഗ്രഹിക്കാനും അപഗ്രഥിക്കാനും യുക്തിസഹജമായി ചിന്തിക്കാനും സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനുമുള്ള കഴിവാണ് ബുദ്ധി. ബിന്നറ്റ് പറഞ്ഞത് ഇൻ്റലിജൻസ് ഈസ് ദി എബിലിറ്റി ഫോർ ജഡ്ജ്മെൻറ്റ്. വൺ ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസ്. ഇൻ്റലിജൻസിനെ തോണ്ടേക്ക് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് 3 ആയിട്ടാണ്. കോൺക്രീറ്റ് ഇൻ്റലിജൻസ്, മൂർത്ത ബുദ്ധി; അബ്സ്ട്രാക്ട് ഇൻ്റലിജൻസ്, അമൂർത്ത ബുദ്ധി; സോഷ്യൽ ഇൻ്റലിജൻസ്, സാമൂഹ്യ ബുദ്ധി. ഇനി ബുദ്ധി സിദ്ധാന്തങ്ങൾ 9 ഉണ്ട്. ഇതിനാദ്യത്തേത് ഏകഘടക സിദ്ധാന്തം. പല നെയിമുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. യൂണിറ്ററി തിയറി ഓർ മൊണാർക്കിക് തിയറി. ദെൻ മനോഘടക സിദ്ധാന്തം, മെൻ്റൽ ഫാൾട്ടി തിയറി. ദ്വിഘടക സിദ്ധാന്തം, 2 ഫാക്ടർ തിയറി, ചാൾസ് സ്പിയർമാന്. ത്രിഘടക സിദ്ധാന്തം, ട്രയാർക്കിക് തിയറി, സ്റ്റേൺബർഗ്. ബഹുഘടക സിദ്ധാന്തം, മൾട്ടി ഫാക്ടർ തിയറി, തോണ്ടേക്ക്. സംഘഘടക സിദ്ധാന്തം, ഗ്രൂപ്പ് ഫാക്ടർ തിയറി, തേംസ്റ്റൺ. ത്രിമുഖ സിദ്ധാന്തം, 3 ഫേസസ് തിയറി, JP ഗിൽഫോർട്ട്. ബുദ്ധി വിഭജന സിദ്ധാന്തം, 2 ക്ലസ്റ്റേഴ്സ് തിയറി, കാറ്റൽ. ബഹുമുഖ ബുദ്ധി, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി, ഹവാർഡ് ഗാർഡനർ. ഇതിനകത്ത് ആദ്യത്തെ 8 തിയറിയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിനകത്ത് നിങ്ങൾ സമ്മറി എങ്കിലും അറ്റ്ലീസ്റ്റ് പഠിച്ചു വെക്കുക. ഒത്തിരി തിയറികളും അവരുടെ പേരുകളും ഉണ്ടായതുകൊണ്ട് നന്നായിട്ട് സമയം എടുക്കും ഇത് പഠിക്കണമെങ്കിൽ. ഏകഘടക സിദ്ധാന്തം ഡോക്ടർ ജോൺസൺ ആണ്.
അതിൻ്റെ ഒരു വക്താവ്. ഒരു സിംഗിൾ ഫാക്ടറാണ്. അതിനകത്ത് ഒരു വ്യക്തിയുടെ ഇൻ്റലിജൻസ്, ബുദ്ധിപരമായിട്ടുള്ള പ്രതിഭാസത്തെ കാണിക്കാൻ ആ ഒരു സിംഗിൾ ഫാക്ടർ കൊണ്ടാണ് നടക്കുന്നത്. ഇതൊക്കെ ഫെയിലിയർ ആയിട്ടുള്ള തിയറികളാണ്. ഇനി മനോഘടക സിദ്ധാന്തം, വെൻഡർ ഫാക്കൽറ്റി തിയറി. മനസ്സ് നിർമ്മിച്ചിരിക്കുന്നത് പലതരത്തിലുള്ള ഫാക്കൽറ്റി കൊണ്ടാണ്. റീസണിങ്, മെമ്മറി, ഡിസ്ക്രിമിനേഷൻ, ഇമാജിനേഷൻ അതുപോലെയുള്ള പല ഘടകങ്ങൾ കൊണ്ട്, യുക്തിചിന്ത, ഓർമ്മ, തിരിച്ചറിവ്, സങ്കല്പനം മുതലായ പല ഘടകങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. നിധിഘടക സിദ്ധാന്തം, 2 ഫാക്ടർ തിയറി, ചാൾസ് പിയർമാനാണ്. ഇൻ്റലിജൻസ് എബിലിറ്റിക്ക് 2 തരത്തിലുണ്ട്, ജി ഫാക്ടറും എസ് ഫാക്ടറും. ജി ഫാക്ടർ ജനറൽ എബിലിറ്റി ഫാക്ടർ, എസ് ഫാക്ടർ സ്പെസിഫിക് ഫാക്ടർ. ഇപ്പോൾ ഒരു വ്യക്തിയുടെ ടോട്ടൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ജി ഫാക്ടറിൻ്റെയും എസ് ഫാക്ടറിൻ്റെയും സം ടോട്ടലാണ്. ജി ഘടകം പൊതുവായ കഴിവ്, സാമാന്യ ഘടകം. എസ് ഘടകം പ്രത്യേക കഴിവ്, വിശിഷ്ട ഘടകം. ഒരു വ്യക്തിയുടെ ജിയും എസും മറ്റു വ്യക്തികളിൽ നിന്നും വ്യത്യസ്തമാണ്. ത്രിഘടക സിദ്ധാന്തം, ട്രയാർക്കിക് തിയറി, സ്റ്റേൺബർഗ്. ബുക്ക് സക്സസ്ഫുൾ ഇൻ്റലിജൻസ് ടെസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേൺബർഗ് ടെസ്റ്റ് ഓഫ് മെൻ്റൽ എബിലിറ്റി, സ്ട്രോങ്. ബുദ്ധിയുടെ 3 തലങ്ങൾ. കമ്പോണൻഷ്യൽ ഇൻ്റലിജൻസ്, ഘടകബുദ്ധി. എക്സ്പെരിമെൻ്റൽ ഇൻ്റലിജൻസ്, പരീക്ഷണ ബുദ്ധി. കോണ്ടക്സ്റ്റൽ ഇൻ്റലിജൻസ്, സാന്ദർഭിക ബുദ്ധി. സാന്ദർഭിക ബുദ്ധിക്ക് സ്ട്രേറ്റ് സ്മാർട്ട്സ് എന്നും പറയുന്നുണ്ട്. എൻവയോൺമെൻറ്റുമായിട്ട് ഘടകങ്ങൾ പല കമ്പോണൻസ് ആയിട്ടാണുള്ളത്. ഇത് സാഹചര്യം, പരീക്ഷണം, പുതിയ കാര്യങ്ങളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കഴിവ്. ഇതെന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽഡായിട്ട് വീഡിയോയിൽ ഡിസ്ക്രിപ്ഷനിൽ പറയുന്നുണ്ട്. ഡിസ്ക്രിപ്ഷനിലല്ല, ഇത് സമ്മറി ആണല്ലോ. ബഹുഘടക സിദ്ധാന്തം, മൾട്ടി ഫാക്ടർ ഓർ അനാർക്കിക് തിയറി, തോണ്ടേക്കിൻ്റേതാണ്. ഇതിനകത്ത് 4 പല സെറ്റിൻ്റേത് ബഹുഘടകം, മൾട്ടി ഫാക്ടേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ആ പല ഘടകങ്ങളുടെ ഒരുമിച്ചുള്ള പ്രവർത്തനത്തിലൂടെയാണ് ബുദ്ധി ഉണ്ടാകുന്നതെന്നാണ് തോണ്ടേക്ക് പറയുന്നത്. അതിനകത്ത് ആദ്യം 4 ഘടകങ്ങളാണുള്ളത്. 1 തലം, ലെവൽ. 2 റേഞ്ച്, വ്യാപ്തി. 3 ഏരിയ, പരപ്പ്. 4 സ്പീഡ്, വേഗത. 6 സംഘഘടക സിദ്ധാന്തം, ഗ്രൂപ്പ് ഫാക്ടർ തിയറി, തേംസ്റ്റൻ്റെയാണ്. തേംസ്റ്റൺ ആദ്യമേ 7 പ്രൈമറി മെൻ്റൽ എബിലിറ്റീസ് ആണെന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. അത് കഴിഞ്ഞ് അതിനെ റിവൈസ് ചെയ്ത് 9 ഫാക്ടേഴ്സ് ആക്കി. അപ്പം ഈ ആദ്യത്തെ വെർബൽ ഫാക്ടർ, സ്പേഷ്യൽ ഫാക്ടർ, ന്യൂമറിക്കൽ ഫാക്ടർ, മെമ്മറി ഫാക്ടർ, വേർഡ് ഫ്ലുവൻസി ഫാക്ടർ, പെർസെപ്ച്വൽ ഫാക്ടർ, പിന്നെ റീസണിങ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ റീസണിങ്ങിനെ തിരിച്ച് ഇൻഡക്റ്റീവ് റീസണിങ്ങും ഡിഡക്റ്റീവ് റീസണിങ്ങും മാറ്റി പിന്നെ പ്രോബ്ലം സോൾവിങ് ഫാക്ടറും കൂടെ ഉൾപ്പെടുത്തി. ദർശക ഘടകം, സംഖ്യാശേഷി, സ്മരണ, ഭാഷാധാരണ, പദസ്വാധീനം, ഇന്ദ്രിയാനുഭൂതി ഘടകം, തത്വസമർത്ഥന, യുക്തിചിന്ത, തത്വാനുമാന, യുക്തിചിന്ത, ഡിഡക്റ്റീവ് റീസണിങ്. ഇത് ഇൻഡക്റ്റീവ് റീസണിങ്. പ്രശ്ന നിർദ്ധാരണ ശേഷി, പ്രോബ്ലം സോൾവിങ് സ്കില്ല് അല്ലെങ്കിൽ ഫാക്ടർ. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതിനകത്തെ തിയറിയാണ് ത്രിമുഖ സിദ്ധാന്തം, 3 phases തിയറി, സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്ട് മോഡൽ, JP ഗിൽഫോർഡിൻ്റെ. ഫാക്ടർ അനാലിസിസ് ഓഫ് മൈൻഡ്, മനസ്സിനെ ഒരു 3 ഡയമെൻഷണൽ ഘടനയാണ്. 3D കണ്ടിട്ടുണ്ടല്ലോ, ഒരു ക്യൂബ് എന്ന് പറയുന്ന ഒരു 3D, അതുപോലെയുള്ള ഒരു 3D ഘടനയാണുള്ളത്. ഈ ത്രിമാന ഘടനയ്ക്ക് 3 മെയിൻ കാര്യങ്ങളും അതിന് ഓപ്പറേഷൻസിന് 5ഉം കണ്ടൻറ്റിന് 6ഉം പ്രൊഡക്റ്റിന് ഉൽപ്പന്നത്തിന് 5ഉം ഉപഘടകങ്ങളും ചേർന്ന് 150 ഫാക്ടേഴ്സ് ഉണ്ടെന്നാണ് ഗിൽഫോർഡ് പറയുന്നത്. ചിന്തയുടെ മാധ്യമമായി പ്രവർത്തിക്കുന്നവയാണ് ഉള്ളടക്കം അഥവാ കണ്ടൻറ്റ്. നാം ആവിഷ്കരിച്ചെടുക്കുന്ന ആശയങ്ങളാണ്
ഉൽപ്പന്നം അഥവാ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഓപ്പറേഷൻസ് പ്രവൃത്തികൾ ഏതൊക്കെയാണ്? കൊഗ്നിഷന് ജ്ഞാനം, മെമ്മറി ഓർമ്മ, ഡൈവേർജൻറ്റ് തിങ്കിങ് വിപ്രജന ചിന്ത, കൺവേർജൻറ്റ് തിങ്കിങ് സംപ്രജന ചിന്ത, ഇവാലുവേഷൻ വിലയിരുത്തൽ. ദെൻ കണ്ടന്റ് വിഷ്വൽ ദൃശ്യമായവ, ഓഡിറ്ററി ശ്രവണേന്ദ്രിയ സംബന്ധമായ, സിംബോളിക് പ്രതീകാത്മകമായ, സെമാൻറ്റിക് അർത്ഥസംബന്ധിയായ, അല്ലെങ്കിൽ ലാംഗ്വേജ് സംബന്ധമായ എന്നുള്ള അർത്ഥമുണ്ട്. ബിഹേവിയർ ചേഷ്ടിത വ്യവഹാര സംബന്ധിയായ അല്ലെ ചേഷ്ടിതം. പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇവ മൂലം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നവയാണ്. അപ്പോൾ എന്തൊക്കെയാണ്? ഘടകങ്ങൾ യൂണിറ്റ്സ്, ക്ലാസസ് തരങ്ങൾ അല്ലെങ്കിൽ കൂട്ടങ്ങൾ, റിലേഷൻസ് ബന്ധങ്ങൾ, നമ്മൾ കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ തമ്മിലുള്ള ബന്ധം എത്തിച്ചേരുന്നത്, സിസ്റ്റംസ് ഘടന, ട്രാൻസ്ഫർമേഷൻസ് രൂപാന്തരീകരണം, ആൻഡ് ഇംപ്ലിക്കേഷൻസ് വിവക്ഷ അല്ലെങ്കിൽ വിചാരം. ബുദ്ധിവിഭജന സിദ്ധാന്തം കാറ്റൽസിൻ്റെ 2 ഫീൽഡ് തിയറി. അവിടെ കാറ്റൽസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫ്ലൂയിഡ് ഇൻ്റലിജൻസും ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസും. ഫ്ലൂയിഡ് ആസ്പെക്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ്രവബുദ്ധി, നൈസർഗികമായ അഥവാ സഹജമായി ലഭിക്കുന്ന കഴിവ്, ജന്മനാ ഉള്ളത്, ഇപ്പോൾ ജനറ്റിക്കലായിട്ട് ഉള്ളതാണ്. ഇത് പുതിയ എക്സ്പീരിയൻസും പഴയ എക്സ്പീരിയൻസുമായിട്ട് അഫക്റ്റ് ചെയ്യപ്പെടും. എന്നാൽ ഖരബുദ്ധി എന്ന് പറയുന്നത് ആണ് ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ്. നമ്മൾ ആർജിച്ചെടുത്ത അറിവിനെ പ്രശ്നപരിഹരണ സന്ദർഭങ്ങളിൽ ഉപയോഗപ്പെടുത്തുന്നതാണ്. 20 വയസ്സിന് ശേഷം ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് അതായത് ദ്രവബുദ്ധിയുടെ വളർച്ചാ നിരക്ക് കുറഞ്ഞു പോകുന്നു. ഇത്രയാണ് ഈ തിയറികൾ. അവയുടെ പേരുകൾ, ഓരോ തിയറി എഴുതിയത് ആരാണ്, അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇനി അടുത്തത് ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുവാണ്. ബുദ്ധി, ഇൻ്റലിജൻസ്, സർഗാത്മകത, ക്രിയേറ്റിവിറ്റി, ഓർമ്മ മെമ്മറി, മറവി ഫോർഗെറ്റിംഗ്, ശ്രദ്ധ അറ്റൻഷൻ, പഠനസന്നദ്ധത ലേണിംഗ് റെഡിനെസ്, അഭിപ്രേരണ മോട്ടിവേഷൻ, താല്പര്യം ഇൻട്രസ്റ്റ്, അഭിഷമത ആറ്റിറ്റ്യൂഡ്, മനോഭാവം ആറ്റിറ്റ്യൂഡ്, ഉത്കണ്ഠ ആൻസൈറ്റി, പഠനശൈലി ലേണിംഗ് സ്റ്റൈൽ, പഠനവേഗം ലേണിംഗ് സ്പേസ്, പരിപക്വനം മച്ചുറേഷൻ, പഠനാന്തരീക്ഷം ലേണിംഗ് അറ്റ്മോസ്ഫിയർ, കുടുംബ സാമൂഹിക ഘടകങ്ങൾ ഫാമിലി ആൻഡ് സൊസൈറ്റിയൽ ഫാക്ടേഴ്സ്, വൈകാരികാവസ്ഥ ഇമോഷണൽ സ്റ്റാറ്റസ്, പഠനാന്തരണം ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്. ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെ നമ്മളിങ്ങനെ ഒരു ഗ്രാഫായിട്ട് വേണമെങ്കിൽ വരയ്ക്കാം. ഇതൊന്നും ഓർത്തിരിക്കാൻ വേണ്ടിയുള്ളതെന്നുള്ളതേ ഉള്ളൂ. റോമൻ രാഷ്ട്രതന്ത്രജ്ഞനായിരുന്ന സിസറോ ആണ് ഇൻ്റലിജൻസ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ആശയപരമായും വസ്തുക്കളുടെ പരസ്പര ബന്ധം മനസ്സിലാക്കുകയും പ്രതികരിക്കാനുള്ള ഒരു വ്യക്തിയുടെ ശക്തി വിശേഷബുദ്ധി എന്ന് നമുക്ക് സാമാന്യമായിട്ട് പറയാം. ഇപ്പോൾ കേന്ദ്ര നാഡീവ്യൂഹത്തിൻ്റെ സഹജമായ സവിശേഷതകൾ പഠനപരിചയ പരിസ്ഥിതി എന്നിവ വഴി ആർജിക്കുന്ന പക്വത ബുദ്ധിയുടെ പ്രതിഫലനമാണ്. ഫ്രാൻസിസ് ഗാൾട്ടനോട് കൂടിയാണ് ആധുനിക കാലത്ത് ബുദ്ധിയെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ അന്വേഷണങ്ങൾ ആരംഭിക്കുന്നത്. ഇംഗ്ലണ്ടിലെ 400-ലധികം വ്യക്തിത്വങ്ങളെ പഠിച്ചുകൊണ്ട് പാരമ്പര്യമാണ് ഹെറിഡിറ്ററിയാണ് ബുദ്ധി നിർണ്ണയിക്കുന്നതെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. വ്യക്തികളുടെ മാനസികവും കായികവുമായ കഴിവുകളെ അളക്കാൻ അദ്ദേഹം ഒരു സൈക്കോമെട്രിക് ലാബ് ആരംഭിച്ചു. ദൃശ്യ സംവേദനം, ശ്രാവ്യ സംവേദനക്ഷമത, പ്രതികരണ സമയ ദൈർഘ്യം, റിയാക്ഷൻ ടൈം എന്നിവ അളന്നുകൊണ്ട് മാനസിക ഘടനയുടെ ശക്തി കണ്ടെത്താമെന്ന് അദ്ദേഹം സമർത്ഥിച്ചു. ഇനി ഇതിന് ഒരു നിർവചനം സാധ്യമല്ലാത്ത ഒരു സമ്പത്യമാണ് ബുദ്ധി. ഇതിനെ ഒരു ക്ഷമതയായിട്ടും കപ്പാസിറ്റി അല്ലെങ്കിൽ കഴിവ് അഥവാ എബിലിറ്റി ആയിട്ട് ഇത് രണ്ടായിട്ട് അഭിപ്രായമുണ്ട്. ബുദ്ധിയെ ക്ഷമതയായി കാണുന്നവർ ജന്മസിദ്ധമാണെന്നും കഴിവായി കാണുന്നവർ കർമ്മസിദ്ധമാണെന്നും പറയുന്നു. ഡേവിഡ് വെഷ്ലർ പറയുന്നത് യുക്തിപൂർവം ചിന്തിക്കുന്നതിനും ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുന്നതിനും പരിസ്ഥിതിയുമായി സമായോജനം ചെയ്യുന്നതിനുമുള്ള ക്ഷമതയാണ് ബുദ്ധി. In English, intelligence is the aggregate or global capacity of the individual to act purposefully,
to think rationally and deal effectively with his environment. ബിന്നറ്റ് ആൻഡ് സൈമൺ പറയുന്ന തെളിഞ്ഞ ബോധത്തോടെ കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിനും യുക്തിചിന്തനം നടത്തുന്നതിനും തീരുമാനങ്ങൾ എടുക്കുന്നതിനും സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകുന്നതിനുമുള്ള കഴിവാണ് ബുദ്ധി. പഠിക്കാനും ഗ്രഹിക്കാനും ഗണിക്കാനും അപഗ്രഥിക്കാനും യുക്തിസഹജമായി ചിന്തിക്കാനും സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനുമുള്ള കഴിവാണ് ബുദ്ധി എന്ന് പറയുന്നത്. മൂർത്തവും അമൂർത്തവുമായ വസ്തുക്കളെ മനസ്സിലാക്കുക, പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക, പ്രതീകാത്മകമായും ഭാവനാത്മകമായും സർഗാത്മകമായും ചിന്തിക്കുക എന്നിവയും ബുദ്ധിയുടെ വ്യാപാരങ്ങളായി പരിഗണിക്കപ്പെടുന്നു. Intelligence is the global capacity of an individual to act purposefully, to think rationally, and to deal effectively with his environment. ബിന്നറ്റ് പറയുന്നത് ഇൻ്റലിജൻസ് ഈസ് ദി എബിലിറ്റി ഫോർ ജഡ്ജ്മെൻറ്റ്, തീരുമാനമെടുക്കുന്നതിനുള്ള കഴിവാണ്. വൺസ് കപ്പാസിറ്റി ടു ഡീൽ എഫക്റ്റീവ്ലി വിത്ത് സിറ്റുവേഷൻസ്, തോണ്ടേക്ക് പറയുന്ന ഓരോ സാഹചര്യത്തിന് അനുസരിച്ച് ഓരോ വ്യക്തിക്ക് ആ സാഹചര്യങ്ങളെ നേരിടുവാനുള്ള കഴിവാണ്. നേച്ചർ ഓഫ് ഇൻ്റലിജൻസ് പിന്നെ എബിലിറ്റി ടു ലേൺ, അറിയാനുള്ള കഴിവാണ്. എബിലിറ്റി ടു സോൾവ് പ്രോബ്ലം, പഠിക്കുവാനുള്ള കഴിവാണ്. പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള കഴിവാണ്. ഡീൽ വിത്ത് അബ്സ്ട്രാക്ഷൻ, അമൂർത്തങ്ങളായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ഡീൽ ചെയ്യുവാൻ കൈകാര്യം ചെയ്യാനുള്ള കഴിവാണ്. എബിലിറ്റി ടു സീ റെലവൻ്റ് റിലേഷൻഷിപ്പ് വിത്ത് ദി ഒബ്ജക്റ്റ് ആൻഡ് ഐഡിയാസ്, വസ്തുക്കളും ആശയങ്ങളും തമ്മിലുള്ള ബന്ധം കാണുവാൻ ഉള്ള കഴിവാണ്. അപ്ലൈ അക്വയർഡ് നോളജ് ടു ന്യൂ സിറ്റുവേഷൻസ്, നമ്മൾ നേടിയ അറിവ് പുതിയ സാഹചര്യത്തിൽ ഉപയോഗിക്കുവാനുള്ള കഴിവാണ്. ഇൻ്റലിജൻസ് ഈസ് ദി എക്സലൻസ് ഓഫ് പെർഫോമൻസ് മാനിഫെസ്റ്റഡ് ഇൻ എഫിഷ്യൻറ്റ് വർക്ക്. ഡെഫിനേഷൻസ് ഒന്നും ചോദിച്ച് കാണാറില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഈ നേച്ചർ ഇറ്റ് ഈസ് ദി അനലിറ്റിക് ആൻഡ് സിന്തറ്റിക് എബിലിറ്റി ഓഫ് മൈൻഡ്. അടുത്ത ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസ് കോൺക്രീറ്റ്, മൂർത്ത ബുദ്ധി. ആക്ച്വൽ സിറ്റുവേഷനെ കറക്റ്റായിട്ട് മനസ്സിലാക്കുവാനും, അതായത് നമുക്ക് കാണാവുന്ന കോൺക്രീറ്റ് ആയിട്ട് കാണാവുന്ന വസ്തുക്കളുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ബുദ്ധി, അതായത് നമ്മൾ ആദ്യത്തെ സ്റ്റേജിൽ ഉള്ളത്. അപ്പം അതിൽ നിന്നുമാണ് ഡെയിലി ലൈഫിന് ആവശ്യമായ കാര്യങ്ങൾ കുട്ടികൾ അല്ലെങ്കിൽ മുതിർന്നവർ ചെയ്യുന്നത്. ഇനി അബ്സ്ട്രാക്റ്റ് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ വാക്കുകൾ, സംഖ്യകൾ, സിമ്പിൾസ് ഇവയുമായി കൂട്ടിച്ചേർന്നുള്ള ഇതാണ്. സോഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് സാമൂഹ്യ ബുദ്ധി, സോഷ്യൽ സിറ്റുവേഷൻസുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ളതാണ് സാമൂഹ്യ ബുദ്ധി എന്ന് പറയുന്നത്. അത് സാമൂഹ്യ സാഹചര്യങ്ങളിൽ എങ്ങനെ ഒരു ഇൻഡിവിജ്വൽ അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് സാമൂഹ്യ ബുദ്ധി കൊണ്ട് അല്ലെങ്കിൽ സോഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇറ്റ് മീൻസ് ദി എബിലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ ടു റിയാക്ട് ടു സോഷ്യൽ സിറ്റുവേഷൻസ് ഓഫ് ഡെയിലി ലൈഫ്. Adequate adjustment in the social situations is the index of social intelligence. ബുദ്ധി സിദ്ധാന്തങ്ങൾ നമ്മൾ നോക്കിയിരുന്നു. 9 സിദ്ധാന്തങ്ങളാണുള്ളത്. അതിനകത്ത് നമ്മൾ 8 എണ്ണമാണ് ഈ വീഡിയോയിൽ പഠിക്കുന്നത്. ഏകഘടക സിദ്ധാന്തം, യൂണിറ്ററി തിയറി ഓർ മൊണാർക്കിക് തിയറി, ഡോക്ടർ ജോൺസൺ. മനോഘടക സിദ്ധാന്തം, മെൻ്റൽ ഫാൾട്ടി തിയറി, അത് അങ്ങനെ ആരും വികസിപ്പിച്ചെടുത്തതായിട്ട് പറഞ്ഞിട്ടില്ല. ദ്വിഘടക സിദ്ധാന്തം, 2 ഫാക്ടർ തിയറി, ചാൾസ് പിയർമാൻ. ത്രിഘടക സിദ്ധാന്തം, ട്രയാർക്കിക് തിയറി, സ്റ്റേൺബർഗ്. ബഹുഘടക സിദ്ധാന്തം, മൾട്ടി ഫാക്ടർ തിയറി, തോണ്ടേക്ക്. സംഘഘടക സിദ്ധാന്തം, ഗ്രൂപ്പ് ഫാക്ടർ തിയറി, തേൺസ്റ്റൺ. ത്രിമുഖ സിദ്ധാന്തം, 3 ഫേസസ് തിയറി, ജെ.പി. ഗിൽഫോർഡ്. ബുദ്ധി വിഭജന സിദ്ധാന്തം, 2 ക്ലസ്റ്റേഴ്സ് തിയറി, കാറ്റൽ. ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് എന്ന് വേറൊരു പേരും കൂടിയുണ്ട്. പിന്നെ ബഹുമുഖ സിദ്ധാന്തം അല്ലെങ്കിൽ ബഹുമുഖ ബുദ്ധി, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്, ഹവാർഡ് ഗാർഡ്നർ.
സിംഗിൾ ഫാക്ടർ തിയറി എന്നാണ് വേറൊരു പേര്. നമ്മൾ പേരുകളെല്ലാം പഠിച്ചിരിക്കണം. ചിലതിന് മലയാളത്തിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പല പേരുകളുണ്ട്. അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിയുമ്പോൾ എഴുതണമെങ്കിൽ എല്ലാ പേരുകളും പഠിച്ചിരുന്നെങ്കിൽ നമ്മൾ മോണാർക്കി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയിൽ യൂണിറ്ററി എന്ന് പറഞ്ഞാൽ ഒന്ന് എന്നുള്ള അർത്ഥം. അതാണ് ഏകഘടക സിദ്ധാന്തം. ഇൻ്റലിജൻസിൽ ഒരു ഫാക്ടറാണുള്ളത്, അത് യൂണിവേഴ്സിൽ ആണ്, അതായത് സാർവത്രികമായിട്ടുള്ളതാണ്. ഒരു വ്യക്തിയുടെ എല്ലാ ആക്ടിവിറ്റീസിനെയും നിയന്ത്രിക്കുന്നതാണത്. അത് ജനറൽ മെൻ്റൽ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഒരു വ്യക്തിക്ക് ആവശ്യമായ ജനറൽ ആയിട്ടുള്ള മെൻ്റൽ എബിലിറ്റിയാണിത്. ഡോക്ടർ ജോൺസൺ ആണ് ഇതിൻ്റെ വക്താവ്. ബുദ്ധിയിൽ സാർവത്രികമായ ഒരു ഘടകം അല്ലെങ്കിൽ പ്രതിഭാസമാണ് അന്തർഭവിച്ചിട്ടുള്ളത്. ഓൾഡസ്റ്റ് തിയറിയാണ് മനോഘടക സിദ്ധാന്തം എന്ന് പറയുന്നത്. മനസ്സിൽ പലതരത്തിലുള്ള ഫാക്കൽറ്റീസ് ഉണ്ട്. റീസണിങ്, മെമ്മറി, റീസണിങ് അഥവാ യുക്തിചിന്ത, മെമ്മറി ഓർമ്മ, ഡിസ്ക്രിമിനേഷൻ തിരിച്ചറിവ്, ഇമാജിനേഷൻ സങ്കല്പം മുതലായ പല ഘടകങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവ ഓരോന്നും ഇൻഡിപെൻഡൻ്റ് ആണ്. എന്നിട്ട് ഇത് മുഴുവനും പ്രാക്ടീസിലൂടെ നമ്മൾ ഇത് കൂടെ എന്ത് ചെയ്യാം, ഡെവലപ്പ് ചെയ്തെടുക്കുവാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. മനോഘടക സിദ്ധാന്തം ഇതും ഫെയിലിയറായി പോയ സിദ്ധാന്തമാണ്. ദ്വിഘടക സിദ്ധാന്തം സ്പിയർമാൻ തിയറി, ചാൾസ് സ്പിയർമാൻ്റേതാണ്. ഇൻ്റലക്ച്വൽ എബിലിറ്റി രണ്ട് തരത്തിലുണ്ട്. ജി ഫാക്ടർ ജനറൽ എബിലിറ്റിയും എസ് ഫാക്ടർ സ്പെസിഫിക് എബിലിറ്റിയും. ടോട്ടൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ സം ടോട്ടലാണ്. ഇതിൻ്റെയൊക്കെ ജി ഫാക്ടറിൻ്റെയും എസ് ഫാക്ടറിൻ്റെയും സം ടോട്ടലാണ് ടോട്ടൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ജി ഘടകം അല്ലെങ്കിൽ പൊതുവായ കഴിവ്, സാമാന്യ ഘടകം. എസ് ഘടകം പ്രത്യേക കഴിവ്, വിശിഷ്ട ഘടകം. ഒരു വ്യക്തിയുടെ ജിയും എസും മറ്റു വ്യക്തികളിൽ നിന്നും വ്യത്യസ്തമാണ്. ഒരു ജി ഫാക്ടർ ഒരു വ്യക്തിയുടെ കാലഘട്ടത്തിൽ മുഴുവനും കോൺസ്റ്റൻ്റ് ആയിരിക്കും. എന്നാൽ എസ് ഫാക്ടർ വേരി ചെയ്യും ഓരോ ഇൻ്റലക്ച്വൽ എബിലിറ്റിയും അനുസരിച്ച്. ജി ഫാക്ടർ ഇന്നേറ്റ് ആണെന്നാണ് സ്പിയർമാൻ പറഞ്ഞിരിക്കുന്നത്. ഒരു പർട്ടിക്കുലർ ടാസ്കിലുള്ള പെർഫോമൻസ് ജി ഫാക്ടറിൻ്റെയും എസ് ഫാക്ടറിൻ്റെയും കോമ്പിനേഷൻ മൂലമാണ് ഉണ്ടാകുന്നത്. പിക്ചോറിയലായിട്ട് നമുക്കിതിനെ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. ജി ഫാക്ടർ ജനറൽ ഇൻ്റലിജൻസ്, എസ് ഫാക്ടർ സ്പെസിഫിക് ഇൻ്റലിജൻസ്. ഇതിനകത്ത് ലോജിക്ക്, മാത്സ്, പെയിൻറ്റിങ്, ഡ്രോയിങ്, ലാംഗ്വേജ്, വൊക്കാബുലറി, സ്പെല്ലിങ്, മ്യൂസിക്, ഇങ്ങനെ എല്ലാം ഉണ്ട്. അപ്പം ഒരാളുടെ ഫിസിക്സിലുള്ള എബിലിറ്റി വരുമ്പോൾ ഏതൊക്കെ വരും? ലോജിക്കും ജനറൽ ഇൻ്റലിജൻസും. മാത്സ് വരുമ്പോൾ ജി പ്ലസ് S2. അങ്ങനെ ഓരോന്നും നമ്മൾ കൂട്ടിയെടുക്കും. ത്രിഘടക സിദ്ധാന്തം ട്രയാർക്കിക് തിയറി സ്റ്റേൺബർഗിൻ്റെയാണ്. ബുക്ക് സക്സസ്ഫുൾ ഇൻ്റലിജൻസ്, ഇൻ്റലിജൻസ് ടെസ്റ്റ്, സ്റ്റേൺബർഗ് ടെസ്റ്റ് ഓഫ് മെൻ്റൽ എബിലിറ്റി, സ്റ്റേൺബർഗ് സ്റ്റോമ എന്ന് ഓർത്താൽ മതി. സക്സസ്ഫുൾ ഇൻ്റലിജൻസ്. ആന്തരിക ഭാവമായ ചിന്തകളും നിത്യജീവിതത്തിലെ ബാഹ്യമായ പ്രകടനങ്ങളും പരസ്പരം കൈകോർക്കുന്നുവെന്ന് സ്റ്റേൺബർഗ് വിശദീകരിച്ചു. അദ്ദേഹം ബുദ്ധിയുടെ 3 തലങ്ങൾ പറഞ്ഞിരിക്കുന്നത് കമ്പോണൻഷ്യൽ ഇൻ്റലിജൻസ് ഘടകബുദ്ധി, എക്സ്പെരിമെൻ്റൽ ഇൻ്റലിജൻസ് പരീക്ഷണ ബുദ്ധി, കോണ്ടെക്സ്റ്റൽ ഇൻ്റലിജൻസ് സാന്ദർഭിക ബുദ്ധി. ഇതിന് വേറെ പേരുകളുമുണ്ട്. കമ്പോണൻഷ്യൽ ഇൻ്റലിജൻസ് അഥവാ ഘടകബുദ്ധിക്ക് അനലിറ്റിക്കൽ ഇൻ്റലിജൻസ് എന്നും പറയും. ഒരു വസ്തുത വിശകലനം ചെയ്യുകയും അതിനെക്കുറിച്ച് കാര്യകാരണ സഹിതം യുക്തിസഹമായി ചിന്തിക്കുകയും ചെയ്ത് ആശയങ്ങൾ തമ്മിലുള്ള ബന്ധം കണ്ടെത്തുന്നതിനുള്ള കഴിവാണ് കമ്പോണൻഷ്യൽ ഇൻ്റലിജൻസ്. ഇത് അക്കാഡമിക് എബിലിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. ഒരു വ്യക്തിയെ പ്രോബ്ലം സോൾവ് ചെയ്യുവാൻ സഹായിക്കുന്നതാണ് ഇത് കമ്പോണൻഷ്യൽ ഇൻ്റലിജൻസ് അഥവാ ഘടകബുദ്ധി അല്ലെങ്കിൽ അനലിറ്റിക് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്.
അടുത്ത എക്സ്പെരിമെൻ്റൽ ഇൻ്റലിജൻസ്, പരീക്ഷണ ബുദ്ധി. ഇത് ക്രിയേറ്റീവ് ഇൻ്റലിജൻസ് ആണ്, അതായത് നിർമ്മിതി ബുദ്ധി. അപ്പം ഒരു പുതിയ പ്രശ്നങ്ങൾ പെട്ടെന്ന് പരിഹരിക്കുന്നതിനുള്ള ശേഷിയാണ് എക്സ്പെരിമെൻ്റൽ ഇൻ്റലിജൻസ്. സുപരിചിതമായ പ്രശ്നങ്ങളെ തനിയെ യാന്ത്രികമായി പരിഹരിക്കുവാൻ ഇതുവഴി കഴിയുന്നു. അപ്പം നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു വണ്ടി വന്ന് നമ്മൾ അറിയാതെ തന്നെ ബ്രേക്ക് ഇടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പം ക്രിയാത്മകമായും ഉൾക്കാഴ്ചയും ആവശ്യമുള്ള പ്രശ്നങ്ങൾ സ്വതന്ത്രമായി കൈകാര്യം ചെയ്യുവാനും സാധിക്കുന്നു. പുതിയ സിറ്റുവേഷനിൽ creative intelligence is defined by the abilities to cope with novel situations and to profit from experience. The ability to quickly relate novel situations to familiar situations, that is to perceive similarities and differences, fosters adaptation. Contextual intelligence, സാന്ദർഭിക ബുദ്ധി. Practical intelligence, സാഹചര്യങ്ങൾക്കനുസരിച്ച് പെരുമാറാനും അവയെ തനിക്ക് അനുകൂലമായി മാറ്റാനുമുള്ള കഴിവാണിത്. വിവിധ സാഹചര്യങ്ങളിൽ ബുദ്ധിയുടെ വിവിധ ആവിഷ്കാരങ്ങളാണ് വിലമതിക്കപ്പെടുന്നത്. ഒന്നാം സാഹചര്യത്തിലെ ബുദ്ധിപരമായ ഒരു പ്രവൃത്തി മറ്റൊരു സാമൂഹ്യ സാഹചര്യത്തിൽ ബുദ്ധിപരമായ പ്രവൃത്തിയായി കണക്കാക്കണമെന്നില്ല. സ്ട്രീറ്റ് വൈസ് ഇൻ്റലിജൻസ് എന്നും ഇത് അറിയപ്പെടുന്നു. കോണ്ടക്സ്റ്റൽ ഇൻ്റലിജൻസ്, സാന്ദർഭിക ബുദ്ധിനെ സ്ട്രീറ്റ് ലൈൻ ഇൻ്റലിജൻസ് എന്ന് പറയുന്നു. സ്ട്രീറ്റ് സ്മാർട്ട്. ബഹുഘടക സിദ്ധാന്തം, മൾട്ടി ഫാക്ടർ തിയറി, തോണ്ടേക്ക്. ഒരു ജനറൽ എബിലിറ്റി അല്ല ഉള്ളതെന്നാണ് തോണ്ടേക്ക് പറയുന്നത്. പല ഫാക്ടേഴ്സ് കൂടിച്ചേർന്നാണ്. അതിന് 4 ഫാക്ടേഴ്സാണ് അദ്ദേഹം ഇൻ്റലിജൻസിൻ്റെ ഘടകങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്നത്. 1 ലെവൽ, തലം, ഒരു ടാസ്ക് സോൾവ് ചെയ്യേണ്ടത് എത്രമാത്രം ഡിഫിക്കൽറ്റി ഉള്ളതാണ് എന്നുള്ളത്. 2 റേഞ്ച്, വ്യാപ്തി, refers to a number of tasks at any given degree of difficulty. തന്നിരിക്കുന്ന സെയിം ഡിഫിക്കൽറ്റിയുള്ള ബുദ്ധിമുട്ടുള്ള എത്ര പ്രവൃത്തികളുണ്ട് എന്നുള്ളതാണ് വ്യാപ്തി. മീൻസ് ദി ഏരിയ അല്ലെങ്കിൽ പരപ്പ്, അല്ലെ വിസ്തീർണം, എത്രമാത്രം റേഞ്ചല്ല. മീൻസ് ദാറ്റ് ടോട്ടൽ നമ്പർ ഓഫ് സിറ്റുവേഷൻസ് ഈച്ച് ലെവല്. അപ്പോൾ ഓരോ തരത്തിലുള്ള എത്ര എണ്ണം ഉണ്ടെന്നുള്ളതാണ് വ്യാപ്തിക്കകത്ത് വരുന്നത്. ഇവിടെ ടോട്ടലാണ് നോക്കുന്നത്. എല്ലാ തരത്തിലും വ്യാപ്തിയിലും ഉള്ളതെല്ലാം കൂടെ കൂട്ടി, എല്ലാ ലെവലിലും ഉള്ളതും കൂടെ കൂട്ടി വരുന്നതാണ് വിസ്തീർണം അഥവാ പരപ്പെന്ന് പറയുന്ന ഏരിയ. ദെൻ സ്പീഡ്, എത്രമാത്രം പെട്ടെന്നാണ് അയാളത് സോൾവ് ചെയ്യുന്നതെന്നുള്ളതാണ് സ്പീഡ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. സംഘഘടക സിദ്ധാന്തം, ഗ്രൂപ്പ് ഫാക്ടർ തിയറി, തേങ്സ്റ്റൺ. 7 primary factors, number factor, perceptual factor, verbal factor, spatial relations, memory, word fluency and reasoning. അത് കഴിഞ്ഞ് അതിനെ റിവൈസ് ചെയ്ത് 9 ഫാക്ടറാക്കി മാറ്റി. അവിടെ മാറ്റിയത് പേരുകളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ചില ബുക്കുകളിൽ കാണുമ്പോൾ ഈ സെയിം പേരുകൾ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങളപ്പോൾ 2 പേരുകളും പഠിച്ചു വെക്കുക, അതേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം റീസണിങ്ങിനെ മാറ്റി ഇൻഡക്റ്റീവ് റീസണിങ് ഫാക്ടറും ഡിഡക്റ്റീവ് റീസണിങ് ഫാക്ടറും ആക്കി മാറ്റി. പിന്നെ അഡീഷണൽ ആയിട്ട് പ്രോബ്ലം സോൾവിങ് ഫാക്ടർ ഇൻക്ലൂഡ് ചെയ്തു. ദർശക ഘടകം, സംഖ്യാശേഷി, സ്മരണ, ഭാഷാധാരണ, പദസ്വാധീനം, ഇന്ദ്രിയാനുഭൂതി ഘടകം, തത്വസമർത്ഥന യുക്തിചിന്ത, ഇൻഡക്റ്റീവ് റീസണിങ്, തത്വാനുമാന യുക്തിചിന്ത, ഡിഡക്റ്റീവ് റീസണിങ്, പ്രശ്ന നിർദ്ധാരണ ശേഷി, പ്രോബ്ലം സോൾവിങ് സ്കില്ല്. ഗിൽഫോർഡിൻ്റെ തിയറി 3 ഡയമെൻഷണൽ ഫേസ് തിയറിയാണ്. വാക്കുകളൊക്കെ ഓർക്കണം. 3 ഫാക്ടർ, 3 ഫേസ്. ഓപ്പറേഷൻസ് അഥവാ പ്രവൃത്തി, കണ്ടന്റ് അഥവാ ഉള്ളടക്കം, പ്രൊഡക്റ്റ് അഥവാ ഉൽപ്പന്നം. 5 × 6 × 5 150 ഫാക്ടേഴ്സ് ആണുള്ളത്. ചിന്തയുടെ മാധ്യമമായി പ്രവർത്തിക്കുന്നവയാണ് ഉള്ളടക്കങ്ങൾ. നാം ആവിഷ്കരിച്ചെടുത്ത ആശയങ്ങളാണ് ഉൽപ്പന്നങ്ങൾ.
അതിൻ്റെ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷനാണിത്. ഇതൊരു ക്യൂബിക്കൽ 3 ഡയമെൻഷണൽ സ്ട്രക്ചർ. അപ്പോൾ ഇങ്ങനത്തെ ഓരോ ചെറിയ കട്ടകൾ എണ്ണി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് 150 എണ്ണം കിട്ടും. വിഷ്വൽ കണ്ടൻറ്റിനകത്ത് വരുന്ന വിഷ്വൽ, ഓഡിറ്ററി, സിംബോളിക്, സെമാൻറ്റിക് ആൻഡ് ബിഹേവിയർ. പ്രൊഡക്റ്റിൽ യൂണിറ്റ്, ക്ലാസസ്, റിലേഷൻസ്, സിസ്റ്റംസ്, ട്രാൻസ്ഫർമേഷൻസ് ആൻഡ് ഇംപ്ലിക്കേഷൻസ്. ഓപ്പറേഷൻസിനകത്ത് ഇവാലുവേഷൻ, കൺവേർജൻറ്റ് പ്രൊഡക്ഷൻ, ഡൈവേർജൻറ്റ് പ്രൊഡക്ഷൻ, മെമ്മറി, കോഗ്നിഷൻ. ചോദ്യം വരുമ്പോൾ ഇതിനകത്തൊക്കെ ചെറിയ വാക്കുകൾക്ക് വ്യത്യാസം വരും. ഇത് ഇനി വരുന്നതൊക്കെ ആയിരിക്കും. ഓരോ വാക്കുകളും അവയുടെ മലയാളം മീനിങ്ങുകളും. ഈ മലയാളം മീനിങ്ങിലും തന്നെ ചിലപ്പോൾ മാറ്റം വരാൻ ചാൻസ് ഉണ്ട്. ചിലതിനൊക്കെ പല അർത്ഥങ്ങളുണ്ടല്ലോ. ഇതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നവരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അങ്ങനെയൊക്കെ അർത്ഥങ്ങൾ വരുന്നത്. നമ്മൾ ഈ വാക്കുകളുടെ ആ പദസമ്പത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യാൻ. എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ജ്ഞാനം എന്ന് പറഞ്ഞാൽ കോഗ്നിഷൻ അഥവാ ജ്ഞാനം, നമ്മുടെ അറിവ്, ബുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ടത്. ദെൻ മെമ്മറി, ഓർമ്മ. ഡൈവേർജൻറ്റ് തിങ്കിങ്, വിഭജന ചിന്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പോയിന്റിൽ നിന്നും പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതാണ് ഡൈവേർജൻറ്റ് തിങ്കിങ്. ഡൈവേർജൻറ്റ് ലെൻസ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കോൺകേവ് ലെൻസ്, അതായത് പ്രകാശരശ്മി കോൺകേവ് ലെൻസിൽ വന്ന് പതിച്ചാൽ ആ രശ്മിനെ അത് പല ഡയറക്ഷനിലോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. അതാണ് ഡൈവേർജൻറ്റ്. നമ്മുടെ ഒരു ചിന്ത, ഒരു പ്രോബ്ലം ആയിരിക്കുമല്ലോ, ആ പ്രോബ്ലത്തിന് സാധ്യമായ പല സൊല്യൂഷൻസിനെ നമ്മൾ ചിന്തിക്കുന്നതാണ് ഡൈവേർജൻറ്റ് ചിന്ത എന്ന് പറയുന്നത്. കൺവേർജൻറ്റ് തിങ്കിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനുണ്ടാകുന്ന പല ചിന്തകളെ നമ്മൾ ഒരെണ്ണത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് കൺവേർജൻറ്റ് തിങ്കിങ് എന്ന് പറയുന്നത്. ദെൻ വിലയിരുത്തൽ അഥവാ ഇവാലുവേഷൻ. നമ്മൾ ചിന്തിച്ചതിനെ വിലയിരുത്തുന്നത്. ഇനി കണ്ടൻസ്, വിഷ്വൽ, ദൃശ്യപരമായ എന്ന് പറഞ്ഞാൽ കാണാൻ നമുക്ക് സാധിക്കുന്നത്. ഓഡിറ്ററി എന്ന് പറഞ്ഞാൽ ശ്രവണേന്ദ്രിയ സംബന്ധമായ കേൾവിയുമായി സംബന്ധിച്ചത്. സിംബോളിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതീകാത്മകമായ, നമ്മൾ പ്രതീകങ്ങൾ ഉപയോഗിക്കില്ലേ, അവയുമായിട്ട് റിലേറ്റ് ചെയ്തത്. ദെൻ സെമാൻറ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അർത്ഥം സംബന്ധിയായ അല്ലെങ്കിൽ ലാംഗ്വേജ് ആയിട്ട് റിലേറ്റ് ചെയ്തത്. ബിഹേവിയർ, ചേഷ്ടിത, നമ്മളിപ്പം കേട്ട് നന്നായിട്ട് പരിചയമുള്ളൊരു വാക്കായി. ബിഹേവിയർ വ്യവഹാര സംബന്ധിയായ നമ്മുടെ പ്രവൃത്തികൾ, ചേഷ്ടകളുമായിട്ട് റിലേറ്റ് ചെയ്തുള്ളത്. പ്രൊഡക്റ്റിനകത്ത് യൂണിറ്റ്, ഘടകങ്ങൾ, ഏതൊക്കെ ഘടകങ്ങളുണ്ട്. ക്ലാസ്സസ്, നമ്മളതിനെ പിന്നെയും തരങ്ങളായിട്ട് കൂട്ടങ്ങളായിട്ട് തിരിക്കുന്നു. അവ തമ്മിലുള്ള റിലേഷൻസാണ് ബന്ധങ്ങൾ. സിസ്റ്റംസ്, അതിൻ്റെ ഘടന അതെങ്ങനെയാണ് എന്നുള്ളത്, അല്ലെങ്കിൽ ഓരോ സമ്പ്രദായങ്ങൾ. ദെൻ ട്രാൻസ്ഫർമേഷൻസ്, അതിൻ്റെ രൂപാന്തരീകരണം, നമ്മൾ ഈ ഓരോ കാര്യങ്ങളെ എങ്ങനെ അതിനെ രൂപീകരിച്ചെടുക്കുന്നു എന്നുള്ളത്, അതിന് വരുന്ന മാറ്റങ്ങളാണ് രൂപാന്തരീകരണം എന്ന് പറഞ്ഞാൽ. ദെൻ ഇംപ്ലിക്കേഷൻസ്, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചിന്തകൾ അല്ലെങ്കിൽ വിവക്ഷകൾ. ദെൻ ബുദ്ധി വിഭജന സിദ്ധാന്തം, കാറ്റൽസ് ടു ക്ലസ്റ്റർ തിയറി അല്ലെങ്കിൽ കാറ്റൽസ് ഫ്ലൂയിഡ് ആൻഡ് ക്രിസ്റ്റലൈസ്ഡ് ഫീൽഡ് തിയറി. ഫ്ലൂയിഡ് ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ ജനറ്റിക്കലായിട്ട് നമ്മുടെ ശരീരത്തിലുള്ളതിനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരുന്നതിന്, വളർത്തിയെടുക്കുന്നതിനാണ് ഫ്ലൂയിഡ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഹരബുദ്ധി, ഇത് പാസ്റ്റ് എക്സ്പീരിയൻസും പുതിയ എക്സ്പീരിയൻസും പഴയ എക്സ്പീരിയൻസും ഇതിനെ അഫക്റ്റ് ചെയ്യും. ദ്രവബുദ്ധി, ദ്രവബുദ്ധിയാണ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ദ്രവമാണല്ലോ. നൈസർഗികമായ അഥവാ സഹജമായി ലഭിക്കുന്ന കഴിവ്. ക്രിസ്റ്റലൈസ്ഡ് തിയറി ഈസ് എ കപ്പാസിറ്റി ഓഫ് റിസൾട്ടൻ്റ് ഓഫ് എക്സ്പീരിയൻസസ്, ലേണിംഗ് ആൻഡ് എൻവയോൺമെൻറ്റ്. ഖരബുദ്ധി, ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ ഖരമാണല്ലോ, ആർജിച്ചെടുത്ത് അത് മാറ്റം വരുന്നതല്ല. അതുകൊണ്ടാണ് ദ്രാവകത്തിന് പെട്ടെന്ന് മാറ്റം വരില്ല. അത് ഏത് പാത്രത്തിലിരിക്കുന്നു അതനുസരിച്ച് അതിൻ്റെ
ഷേപ്പ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ ഹരവോ ഒരു ക്രിസ്റ്റലോ ഒരു മരക്കട്ടയോ എന്തെങ്കിലും എടുത്താൽ അതിന് ഷേപ്പ് മാറുന്നുണ്ടോ? ഇല്ല. അതാണ് ഹരബുദ്ധി. അത് നമ്മൾ ആർജിച്ചെടുത്തതാണ്, അത് മാറുന്നില്ല. പ്രശ്നപരിഹരണ സന്ദർഭങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ബുദ്ധിയെക്കുറിച്ചുള്ള വ്യത്യസ്തമായൊരു സിദ്ധാന്തം അവതരിപ്പിച്ച വ്യക്തിയാണ് റെയ്മണ്ട് കാറ്റർ. ബുദ്ധിക്ക് ദ്രവബുദ്ധി എന്നും ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് എന്നും ഹരബുദ്ധി ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് എന്നും രണ്ട് സുപ്രധാന ഘടകങ്ങളുണ്ടെന്ന് അദ്ദേഹം വാദിച്ചു. നൈസർഗികമായി അഥവാ സഹജമായി ലഭിക്കുന്ന കഴിവാണ് ഫ്ലൂയിഡ് ഇൻ്റലിജൻസ്. ഇതിനെ നിർണ്ണയിക്കുന്ന ജൈവശാസ്ത്രപരമായ ഘടകങ്ങളാണ്. ചുറ്റുപാടുകളിലുള്ള വസ്തുക്കളെ സ്വീകരിക്കാനും മനസ്സിലാക്കുവാനുമുള്ള കഴിവാണിത്. സ്പിയർമാൻ്റെ ജി ഫാക്ടറുമായി ഇതിന് സാമ്യമുണ്ട്. ജനറൽ എബിലിറ്റി, യുക്തിചിന്തനത്തിനുള്ള കഴിവ്, വിവരങ്ങളെ വേഗത്തിൽ ശേഖരിച്ചു വയ്ക്കാനുള്ള ശേഷി, ഓർമ്മശക്തി എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. 20 വയസ്സിന് ശേഷം ഫ്ലൂയിഡ് ഇൻ്റലിജൻസിൻ്റെ വളർച്ചാ നിരക്ക് കുറയുന്നു. നാം ആർജിച്ച ജ്ഞാനത്തെ അഥവാ അറിവിനെ പ്രശ്നപരിഹരണ സന്ദർഭങ്ങളിൽ ഉപയോഗപ്പെടുത്താനുള്ള നിപുണതയാണ് ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ്. പരസ്പര ബന്ധങ്ങൾ കണ്ടെത്താനും പ്രശ്നപരിഹാരം ചെയ്യാനും വിലയിരുത്തൽ നടത്താനും കഴിയുന്നത് ഇതിൻ്റെ സ്വാധീനത്താലാണ്. പരിസ്ഥിതിയും വിദ്യാഭ്യാസവും ചേർന്നാണ് ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസിനെ രൂപപ്പെടുത്തുന്നത്. ഈ ഒരു ബുദ്ധിഘടകം ഏകദേശം 60 വയസ്സുവരെ വികസിക്കും. ബുദ്ധിയുടെ ഈ രണ്ട് ഘടകങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. മികച്ച ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് ഉള്ള ഒരു വ്യക്തിക്ക് മികച്ച ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസും ഉണ്ടായിരിക്കും. ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ: Who said this? Intelligence is the aggregate or global capacity of the individual to act purposefully, to think rationally and deal effectively with his environment. Binet, Guilford, David Wechsler, William Stern. Answer: David Wechsler. Intellectual activity can be viewed in three-dimensional pattern. Who suggested this viewpoint? Tungsten, Spearman, Thorndike and Guilford. Answer: Guilford. 3-dimensional pattern 3D ആണ്, 3 ഫാക്ടർ അല്ല. നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. സ്റ്റഡി മെറ്റീരിയൽസ് ആവശ്യമുള്ളവർ ബന്ധപ്പെടുക. താങ്ക് യു ഫോർ വാച്ചിങ്.